ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡെസിമൽസിലെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 0.008ന്റെ ഭിന്നരൂപം എത്ര എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭിന്നരൂപം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ഫോമിലോട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ 0.008 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഇവിടെ ഞാൻ ഒരു നമ്പർ തന്നിട്ടുണ്ട്. 123.5678 ആണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ. ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഈ പോയിന്റ് ഇല്ലാതെ ആദ്യം ഈ നമ്പറിൻ്റെ എടുത്ത് എഴുതാം. പോയിന്റ് ഇല്ലാതെ നമ്പർ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പർ എങ്ങനെയാണ്? 1 2 3 5 6 7 8. അപ്പോൾ ഇത് റീഡ് ചെയ്യുവാണെങ്കിൽ ഇത് ഏത് നമ്പറായിട്ട് വരും? 12,35,678 ആണ്. അപ്പോൾ ആ നമ്പർ എടുത്ത് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ, ഇനി ഈ പോയിന്റ്, ഡെസിമൽ പോയിന്റ് എന്ന് പറയും, ഈ പോയിന്റിന് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുമ്പോൾ ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം 4 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ 10ന്റെ പവറിൽ 4 0 വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. 10ന്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ 10 ഉണ്ട്, 10 സ്ക്വയർ ഉണ്ട്, അല്ലെ, 10 ക്യൂബ്, 10⁴ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം 3 ഇവിടെ 4 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് ഇതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യണം? 10⁴ ചൂസ് ചെയ്യണം. 10⁴ എന്ന് വെച്ചാൽ 1 എഴുതിയിട്ട് എത്ര 0 കൊടുക്കണം? 4 0 ഇട്ട് കൊടുക്കുക. 4 ഡിജിറ്റ് അല്ല, അപ്പോൾ 4 0 ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടുത്തെ ഉത്തരം എങ്ങനെയാണ് വരിക നോക്കാം. ഇവിടെ 0.008 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ പോയിന്റ് ഇല്ലാതെ ഈ നമ്പർ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? പോയിന്റ് ഇല്ലാന്ന് വിചാരിച്ചോ, 0008. ഈ 0008 ലെഫ്റ്റിൽ കിടക്കുന്ന സീറോസിന് വാല്യൂസ് ഇല്ലല്ലോ. സോ നമ്മൾ അത് അങ്ങനെ റീഡ് ചെയ്യും? 8 എന്ന് റീഡ് ചെയ്യും, അല്ലേ? സോ ഇവിടെ ന്യൂമറേറ്റർ നമുക്ക് എന്ത് വരും? 8 എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിന്റെ കാര്യം നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തേ? ഇപ്പോൾ ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 0 ഉള്ള 10ന്റെ പവർ എടുക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്സ് ആണ് ഉള്ളത്, അല്ലേ? 1 2 3. അപ്പോൾ 3 0 ഉള്ള നമ്പർ എടുക്കണം. ഏതാണ്? 1 ഇട്ടിട്ട് 3 0, ദാറ്റ് ഈസ് 1000. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, 8/1000. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.